ശ്രീ നിയാസ്, ഇപ്പോൾ IC ബാലകൃഷ്ണനാണല്ലോ ഏറ്റവും വലിയൊരു വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് IC ബാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒന്നാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ, അന്തരിച്ച DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. തൻ്റെ ജീവന് എന്തെങ്കിലും ഭീഷണിയുണ്ടെങ്കിൽ, താൻ ഒരു അസ്വാഭാവിക മരണത്തിന് ഇരയാകുകയാണെങ്കിൽ ഈ 4 നേതാക്കൾക്കായിരിക്കും ഉത്തരവാദിത്തം എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് NM വിജയൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിജയനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ? അങ്ങനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? നമ്മുടെ ഇക്കാര്യത്തിൽ ഒന്നാമത്തെ നിങ്ങൾ പറയുന്നതിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ട് 1 വർഷത്തിലേറെ കഴിഞ്ഞു. അയാൾ CPM നേതാവായിട്ടാണ് മരിച്ചത്. അപ്പം അത് ആ ആളുകൾ അടക്കമാണ് ഉത്തരവാദി എന്ന് ഇപ്പം 1 വർഷം മുമ്പ് മരിച്ചുപോയ ആളാണ് ഇപ്പം മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മരണം വളരെ ദൗർഭാഗ്യകരമാണ്. എനിക്ക് അവിടെ പാർട്ടി ചുമതല ഉണ്ടായിരുന്നു 1 വർഷം മുമ്പ്. ആ നിലയ്ക്ക് എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഈ NM വിജയൻ. കുറച്ചു കാലത്ത് അസുഖമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാനവിടെ ഏതാണ്ട് 1 വർഷത്തോളം സംഘടനാ ചുമതല ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്തൊന്നും അദ്ദേഹം ഞാനുമായി ഒരുപാട് യോഗങ്ങളിൽ ഒന്നിച്ചും യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്തതാണ്. ഒരിക്കൽ പോലും ഈ ഇത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഒരു പരാതികളോ ഈ പറഞ്ഞ 4 നേതാക്കന്മാരെ കുറിച്ചോ ഒന്നും തന്നെ അദ്ദേഹം ഒരു പരാതി നേരിട്ടോ വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമോ ഒന്നും തന്നെ എന്നോടൊന്നും ഇതുവരെയും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ഇവിടെ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും മറ്റ് നേതാക്കന്മാർക്കും കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അത് ഏറ്റവും പ്രധാനപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ 4 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി അവർ അത് അന്വേഷണവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ പാർട്ടിക്ക് എന്താണ് ഉത്തരവാദിത്തം എന്നതിനെക്കുറിച്ചും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കാരണമാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്നതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യാതൊന്നും മറക്കാനില്ല. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു, എന്തുകൊണ്ട് മരിക്കാനിടയായി, ആരെല്ലാമാണ് കുറ്റവാളികൾ, എന്തെല്ലാമാണ് സംഭവങ്ങൾ, എല്ലാം ഞങ്ങളുടെ പുറത്ത് അന്വേഷിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു എല്ലാവരുമായും KPCC പ്രസിഡന്റായും മുല്ലപ്പള്ളി രാമചന്ദ്രനായിട്ടും അതുപോലെ മറ്റ് പല നേതാക്കന്മാരെയും വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളല്ലേ അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവർക്കാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നേരിട്ടോ രേഖാമൂലമോ അല്ലെങ്കിൽ കത്ത് മുഖേന കൊടുക്കാമായിരുന്നു. അങ്ങനെയൊന്നും കൊടുത്തായിട്ട് ഞങ്ങൾ അറിവിലില്ല. പിന്നെ IC ബാലകൃഷ്ണനെ കുറിച്ചാണ് താങ്കൾ പറയുന്നതെങ്കിൽ IC ബാലകൃഷ്ണനല്ലേ ഈ മരണം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിനെതിരെ ഒരു കത്ത് പ്രചരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് അതിന് വലിച്ചഴിച്ചതുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹമല്ലേ ആദ്യം SP കണ്ട് നേരിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വിജിലൻസിനോട് ഒരു ജനാധിപത്യ മര്യാദ മുൻനിർത്തിയാണ് അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്ന് ഞാൻ കരുതിയത്. ഇദ്ദേഹം ഇതുവരെ KPCC നേതൃത്വത്തിനൊരു പരാതി കൊടുത്തിട്ടില്ലേ? അങ്ങനെയാണോ അങ്ങ് ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞത് പ്രകാരം ഇത്തരത്തിലുള്ള 4 നേതാക്കന്മാരെ കുറിച്ച് താങ്കൾ പറഞ്ഞു എന്ന് പറയുന്ന കത്ത് അദ്ദേഹത്തിന് മരണശേഷമാണ് പാർട്ടി കിട്ടുന്നത്. മരണത്തിന് മുമ്പ് അദ്ദേഹം നൽകിയ പരാതി, ആ പരാതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നൽകിയിട്ടില്ല പരാതി. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ 2-3 ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സുൽത്താൻ ബത്തേരി ഇദ്ദേഹം ഈ കടക്കണിയിലാകുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി തുടരുന്ന ഈ ഒരു പണപ്പിരിവിൻ്റെ ഭാഗമായി അദ്ദേഹം അങ്ങേയറ്റം പെരുവഴിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ ആണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. KPCC പ്രസിഡന്റിന് കത്തയക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് ആ കത്ത് തുറന്നു നോക്കുക പോലും ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഒരു തവണ മാത്രമല്ല, നോക്കൂ ഇത്തരത്തിൽ സഹകരണ ബാങ്കിലേക്കുള്ള നിയമനത്തിന് സുൽത്താൻ ബത്തേരി കേന്ദ്രമായുള്ള ചില സഹകരണ ബാങ്കുകളിലേക്കുള്ള നിയമനത്തിന് ലക്ഷങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കോഴ വാങ്ങി. ഇത് IC ബാലകൃഷ്ണനും ഇതുപോലെ ND അപ്പച്ചനും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇടനിലക്കാരനാക്കിക്കൊണ്ട് ലക്ഷങ്ങൾ പിരിക്കുന്ന ഒരു കീഴ്വഴക്കം അവിടെ വർഷങ്ങളായി തുടരുകയാണ്. പക്ഷേ പൈസ മുടക്കിയവർക്കൊന്നും നിയമനം കിട്ടുന്നില്ല. ഈ പൈസ പിരിച്ചെടുത്തത്, ഈ പൈസ വാങ്ങിയിട്ടുള്ളത് എല്ലാം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നാണ്. മിക്കവാറും കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവരുടെ ഈ തട്ടിപ്പിനിരയായത്. സ്വാഭാവികമായും ഈ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാതാകുമ്പോൾ അവർ ആരെയാണ് സമീപിക്കുക?
ആദ്യം പൈസ വാങ്ങി കൊടുത്തയാളെ സമീപിക്കും. അങ്ങനെ വിജയനെ സമീപിച്ചു. വിജയൻ ഒരു രക്ഷയുമില്ലാതായപ്പോൾ KPCC തലം വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നേതൃത്വം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മരണത്തിന് ശേഷവും വേട്ടയാടല്ലേ ശ്രീ PM നിയാസ്? അങ്ങനെയല്ല. അങ്ങ് പറഞ്ഞാൽ രണ്ട് കാര്യത്തിലെ വസ്തുതാപരമായ വിഷയമുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞു KPCC പ്രസിഡന്റ്, അത് ശരിയാണ്. KPCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്ത സമയത്ത് KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ കത്ത് ഏൽപ്പിച്ചു. ആ വിവരം അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു. താങ്കളുടെ ചില മാധ്യമങ്ങൾ അദ്ദേഹം വിമാനമിറങ്ങി DCCയിൽ എത്തിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കത്ത് വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പോയി നോക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ പറഞ്ഞതിൽ താങ്കളുടെ ഇന്നും കത്ത് വായിച്ചില്ല എന്നല്ല. അദ്ദേഹം സ്ഥലത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കത്തേൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്നും DCC ഓഫീസ് മുഖേനയാണ് വന്നത്. DC ഓഫീസിൽ ചോദിച്ചപ്പോൾ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് താങ്കൾ അത് ഇന്ന് വരെ വായിച്ചിട്ടില്ല എന്ന രീതിയിൽ അങ്ങ് ധരിക്കരുത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അന്വേഷണം വെച്ചിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, പരാതി നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനരഹിതമാണ്? അദ്ദേഹത്തിന്റെ മകൻ തന്നെ വന്ന് പറയുന്നുണ്ടല്ലോ, അടിസ്ഥാനത്തിലാണ് നേതൃത്വത്തെ അറിയിച്ചു. ഒരു മിനിറ്റ്